മുൻകാലത്തെ പോലെ ഇടതുപക്ഷത്തിന് മുൻകാലത്തെ പോലെ അത്രയും ജനപിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സംശയം എന്നേ ഞങ്ങളെപ്പോലുള്ളവർ പറയത്തുള്ളൂ. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, ഈ കൊഴിഞ്ഞു പോകുന്നവരെല്ലാവരും തന്നെ BJP-യിലോട്ടാണ് പോകുന്നത്. അത് ഒരു പക്ഷേ ഒരു സംശയം ജനിപ്പിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയ ഭീതിയാണോ അടുത്ത BJP-യിലോട്ടുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മറുപടി പറയുന്നതിനേക്കാളും സാധാരണക്കാരായ അല്ലെങ്കിൽ വോട്ടർമാരായ ജനങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. അത്രയും ഒരു ജനപിന്തുണ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം തന്നെ കണ്ടില്ല, ക്ഷേമ പെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ് മുൻകാലങ്ങളിൽ 600 രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റി 2000. അല്ല അത് സാധാരണ നിങ്ങൾക്കൊക്കെ തോന്നുന്നതാണ്. അങ്ങനെയല്ല, ഇത് നേരത്തെ പ്രാബല്യത്തിൽ വന്നതാണ്. 2500 അതെ. അപ്പോൾ നേരത്തെ ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നതാണ്. ഇപ്പോഴാണ് അവർ നടപ്പിലാക്കിയത്. അത് ഇലക്ഷനോടനുബന്ധിച്ചല്ല ഇത് നടപ്പിലാക്കുന്നത്, അല്ലാതെ തന്നെ നടപ്പിലാക്കിയ 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ നമ്മളൊക്കെ അത് വിശ്വസിക്കണമായിരുന്നു. അതാ പറഞ്ഞത്, അത് നിങ്ങളെപ്പോലുള്ള മീഡിയയുടെ അത് ചിലപ്പോൾ ഇതൊരു കുറവായിരിക്കാം. കുറവെന്നല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഏറ്റവും വലിയൊരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തത് ക്ഷേമ പെൻഷൻ. ഇപ്പൊ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഒരു വർധനവ് വരുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇല്ലേ? ഈ എപ്പോഴും എല്ലാവരുടെ കണ്ണിലെ നമുക്ക് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ലതുപോലെ നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നാടിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് അവരുടേതായ ഒരു ധാരണയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരുന്നു. അവിടുത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലോ, ഏത് ചിഹ്നത്തിൽ കുത്തിയാലും ചെന്ന് വീഴുന്ന ഓട്ടോ താമരക്കാരിയാണ്. അതിപ്പോ നിലവിൽ നമ്മളെ രാഹുൽ ഗാന്ധി കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബോക്സിൽ കാശ് വരുമോ? അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ബോക്സിലെ കംപ്ലൈന്റ് ആയിരുന്നു കണ്ടിട്ടില്ലേ നിങ്ങൾ? വേറെ മീഡിയ കാണുന്നില്ലേ? എല്ലാ മീഡിയയിലും ഞങ്ങൾ കാണുന്നുണ്ട്. അത് പറഞ്ഞ് രക്ഷപ്പെടുന്നതല്ല മാഡം. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടതാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോക്സിന്റെ കംപ്ലൈന്റുകൾ ഏത് ചിഹ്നത്തിൽ കുത്തിക്കഴിഞ്ഞാൽ ആ ചിഹ്നം. ഇപ്പൊ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷനിൽ നിങ്ങൾ വിജയിച്ച നിങ്ങൾ പറയൂ അവിടെ കുത്തിയ പാർട്ടിയാണ് ഇവിടെ വന്നതെന്ന് വോട്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ലല്ലോ. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കും, കേരളത്തിൽ മാത്രം നടക്കില്ല. കാരണം എന്നറിയാമോ, കേരളത്തില് ചുവന്ന മണ്ണാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ മണ്ണിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചുമന്ന മണ്ണിനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ചുമന്ന മണ്ണിൽ എന്തായാലും താമര വിരിയൊന്നുമില്ല. അപ്പൊ കോർപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകുന്നതാണോ? ഉറപ്പായിട്ട് കൊണ്ടുപോകും. 100% വ്യത്യാസം വരത്തില്ല. 100% ഉറപ്പുണ്ട്. ജനങ്ങൾക്ക് അറിയാലോ, ജനങ്ങൾ കാണുകയാണ് കാര്യങ്ങൾ. അതായത് കേരള ഗവൺമെന്റിനെ, അത് ഇപ്പോൾ ഭരിക്കുന്ന LDF സർക്കാരിനെ വിശ്വാസമുള്ള ജനങ്ങളുമുണ്ട്, വിശ്വാസമില്ലാത്ത ജനങ്ങളുണ്ട്. ഈ വിശ്വാസമില്ലാത്ത ജനങ്ങളാണ് ഈ താമരയുടെയും ബാക്കിയുള്ളതിൻ്റെയും പുറകെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. ഈ വിശ്വാസ ജനങ്ങളിൽ 100 ആരാണ് നശിപ്പിച്ചത്? ആരും നശിപ്പിച്ചിട്ടില്ലോ. നമ്മുടെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ നശിപ്പിച്ച ഒരു സർക്കാരാണെന്ന് പറയുന്നുണ്ട് ശബരിമല വിഷയത്തിൽ ആണല്ലോ, ഇല്ലേ? അപ്പൊ നിങ്ങളിലുള്ള വിശ്വാസം എത്രത്തോളം നിലനിൽക്കും? ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഞാൻ മാഡത്തിൻ്റെ വാട്സാപ്പിലെ ഞാൻ ഒന്ന് അയച്ചു തരാം. ഈ വിഷയം ആദ്യം കുത്തിപ്പൊയ്ക്കൊണ്ടുവന്ന ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കുത്തിപ്പൊയ്ക്കൊണ്ടുവന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയേ വരത്തുള്ളൂ. കാരണം ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുക, ഇലക്ഷൻ വരെയല്ലേ. അപ്പോൾ എല്ലാ കുറ്റങ്ങളും കുറവുകളും സ്വാഭാവികമായിട്ട് LDF സർക്കാരിൻ്റെ തലയിൽ കൊണ്ട് വെക്കാൻ അങ്ങനെ നമ്മൾ തരുന്നതിൻ്റെ മറുപടിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്, കിട്ടുന്നതിൻ്റെ മറുപടിയൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്നും വാങ്ങിച്ച് പോക്കറ്റ് വയ്ക്കുന്ന സ്വഭാവമില്ല. ഉറപ്പായിട്ട് കൊണ്ടുപോകും. 100% കൊണ്ടുപോകും. ചോദിക്കുമ്പോൾ ഇതിൻ്റെ അതേ ആൻസർ ഞാൻ തരും. അപ്പൊ എന്താണോ കുറവ് വരുന്ന ആ കുറവ് ഞാൻ പറഞ്ഞുതരാം. വിജയിക്കുമെന്നാണ് എന്നോട് 100% വിജയിക്കുമെന്നാണ് എനിക്ക് ഉറപ്പുണ്ട്. എതിർ പാർട്ടികൾ എതിരായിട്ടല്ലേ പറയുള്ളൂ. എന്നാലും അടിസ്ഥാനപരമായിട്ട് നോക്കാമെങ്കിൽ പാർട്ടിക്ക് ഇടതുപക്ഷത്തിനേ ചാൻസ് ഉള്ളൂ, ഇനിയും അവരേ വരുള്ളൂ. അതിൽ ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. ഏത് അതിപ്പോ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണല്ലോ. ഒരു കാരണവശാലും അല്ല. അതൊക്കെ അവരെ എങ്ങനെയെങ്കിലും തൊഴിഞ്ഞു പോളെ, ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാൾ തൊഴിഞ്ഞു പോളെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും സ്വാധീനിക്കുന്നതാണ്. എന്തെങ്കിലും കൊടുത്ത അല്ലെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തൊക്കെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരേ കാഴ്ചപ്പാടല്ല. അതിൽ 100-ൽ ഒരാളൊക്കെ പോവുള്ളൂ, എല്ലാരും പോകുന്നില്ല. അല്ല, ഇപ്പൊ ഒരു വൻ കൊഴിഞ്ഞു പോക്കാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിൽ അങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്ക് ഇല്ലായിരുന്നു ഇതുവരെ. അപ്പൊ അതൊരു പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൊഴിഞ്ഞു പോക്ക് കാരണവശാലും അല്ല. അത് നമുക്ക് തോന്നേ വേണ്ട. അങ്ങനെ
ഇല്ല. അപ്പൊ കോർപ്പറേഷൻ നിങ്ങൾ തന്നെ കൊണ്ടുപോകട്ടെ. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ എല്ലാം അവർ തന്നെയാണ് കോർപ്പറേറ്റ് ഭരണം. അദാനിയുടെ ആയാലും ശരി, അംബാനിയുടെ ആയാലും അവർ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. മുമ്പ് ഈ നമ്മളെ പോർട്ട് വന്നപ്പം എതിർത്തതും കാര്യങ്ങളും എല്ലാം അവരാണ്. ഇപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം അവരാണ്. അതെ അതെ. പിന്നെ അവർ ഇപ്പോഴത്തെ മുതലാളിമാരാണ് ഇപ്പോഴത്തെ തൊഴിലാളികൾക്ക് എവിടെയെങ്കിലും സപ്പോർട്ടുണ്ടോ? ഈ 9 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് എത്ര മരണങ്ങൾ, എത്ര കൊലപാതകങ്ങൾ നടന്നു. ആൾമാറി കൊലപാതകം, പിന്നെ അഴിമതി ശബരിമല ശാസ്താവിനെ വരെ അടിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു കൊള്ള നടന്നിരിക്കുന്നത്. അവരുടെ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ കാണുന്ന സ്വർണവും ഇതുമെല്ലാം കൊണ്ടുപോയിട്ട് ഈ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും ഏറ്റവും അടുത്ത ആളുമാണ് വാസു. അതെ. എന്നിട്ട് കടാമ്പള്ളി വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വാസു ശുദ്ധനാണ്, ഇത്രയെന്നുള്ളൊരു ശുദ്ധമായ ആൾ വേറെ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ഇപ്പോൾ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരാജയ ഭീതിയാണോ ഈ CPM ഇന്ന് ഒരു തൊഴിഞ്ഞു പോക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്? ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ അവർ പൊയ്ക്കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ CPM ഇല്ല, അവർ പൊയ്ക്കഴിഞ്ഞു. ഈ വരുന്ന ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷനിൽ ആരായിരിക്കും? BJP തന്നെയാണ് വരുള്ളൂ, 100%. അതിന്റെ മുന്നോടിയായിട്ടുള്ള കണ്ടതാണ് നമ്മളെ ബീഹാറിൽ ഇന്നലെ കണ്ടത്. ഇവർ ഇന്ത്യ സഖ്യം മൊത്തവും കിടന്ന് ഈ 10,3500 കിലോമീറ്റർ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി നടന്നിട്ടും അവിടെ ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം കൂടെ CPM വന്നാൽ നന്നായിരിക്കും കേരളം വരെ. കാര്യം ഇനി അതിനകത്ത് കട്ടുമുടിക്കാൻ ഒന്നുമില്ല ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വേറെ ഇത് വന്നാൽ അവർ കഷ്ടപ്പെടും. ഈ പ്രാവശ്യം കൂടെ ഇവർ വന്ന് ഇതോടെ വരെ പതനം ഇതോടെ തീരണം കേരളത്തിൽ. കമ്മ്യൂണിസത്തിന്റെ ലാസ്റ്റാണ്. പിന്നെ കോർപ്പറേഷൻ BJP തന്നെ ഭരിക്കും ഇപ്രാവശ്യം, ഉറപ്പാണ്. കേരളത്തെ പോലെ ഇടതുപക്ഷത്തിന് ജനപിന്തുണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം പലരും ഇപ്പോൾ തൊഴിഞ്ഞു പോക്കാണ്. ഇയാൾ ഒരു വോട്ടറാണ്. അതെ, തീർച്ചയായിട്ടും വോട്ടറാണ്. ഞാനൊരു വോട്ടറാണ്. അതെ. എൻ്റെ മനസ്സെന്താണെന്ന് ഇയാളുടെ മനസ്സെന്താണെന്ന് രണ്ടുപേർക്കും അറിയാം. ഇങ്ങോട്ടും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതെ, പക്ഷേ ഇപ്പോൾ ഒരു തൊഴിഞ്ഞു പോക്ക്, കാരണം ഇതുവരെ ഈ പാർട്ടിയിൽ നിന്ന് ഒരു തൊഴിഞ്ഞു പോക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം കാരണം ഞാൻ അനുഭാവിയായതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ പറയും, വിരുദ്ധ രീതിയിൽ പറയും. അല്ല, എന്നാലും ഒരു വ്യക്തി, മനുഷ്യൻ, ഒരു സാധാരണ വ്യക്തി എന്നുള്ള ഒരു നിലയിൽ എന്തായിരിക്കും അഭിപ്രായം? കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് ഇല്ലേ? ലാസ്റ്റ് ഈ ശബരിമല കൊള്ള വരെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പല അഭിപ്രായം വരുന്നുണ്ട്. കാരണം ശബരിമല കൊള്ള എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉണ്ട്. ഭരണം കോടതി വന്നതുകൊണ്ടാണ് പലതും പുറത്തു വരുന്നത്. ജനാധിപത്യം മാത്രമല്ല, ജുഡീഷ്യറിയും ഉണ്ട്. കാരണം ഇപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുന്നത് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതൊരു ഭരണമാറ്റം ഉണ്ടാവുന്നോ, ഭരണാധിര വികാരം ഉണ്ടാവുന്നു പറയുന്നൊക്കെ വെറുതെയാണ്. ഇവർ തന്നെ തിരിച്ചു വീണ്ടും വരുമെന്നുള്ളതാണ്. വരുമെന്നുള്ളതാണ് ഉറപ്പാണ്. അതുപോലെ സർക്കാർ അധികാരത്തിൽ വീണ്ടും വരുവാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും? അത് ആരാണെന്ന് ഞാൻ പറയും. ഇല്ല, ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യത ഉണ്ട്. ഉറപ്പാണോ? വനിതാ മുഖ്യമന്ത്രി വരുമെന്നുള്ളത് ഉറപ്പാണ്. പേര് ആരും ആയിക്കോട്ടെ, എന്നാലും അപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. ജനപിന്തുണ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഒരു പൊഴിഞ്ഞു പോക്കൊക്കെ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് അവരൊരു എന്താ പറയാ, അല്ല, അതൊരു പരാജയ ഭീതി കൊണ്ടാണോ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലുള്ള? ഒരിക്കലുമല്ല. ഇനി അപ്പൊ അടുത്തത് വീണ്ടും ഇടതുപക്ഷം തന്നെ വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരണം. അതെ, തീർച്ചയായിട്ടും വരണം. അപ്പൊ ഇടതു ഭരണപക്ഷത്തിൽ ചേച്ചി സമ്പൂർണ്ണയാണ് അല്ലെങ്കിൽ സംതൃപ്തിയാണ്? അതെ, അതാണ്.